എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈറ്റ് പേപ്പർ വെച്ചിട്ട് വരയ്ക്കൊന്നും ചെയ്യാതെ പ്രിൻ്റൊന്നും ചെയ്യാതെ എങ്ങനെയാണ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റാണ് എടുക്കുന്നത്. A4 ഷീറ്റിനെ ഇതുപോലെ ഇങ്ങനെ പകുതിക്ക് വെച്ച് മടക്കണം. പകുതിക്ക് വെച്ച് മടക്കിയതിന് ശേഷം ഞാൻ ഒരു 6 സെൻറ്റിമീറ്ററാണ് ഞാൻ അളവ് എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുമ്പം ഒരു A4 ഷീറ്റിനെ കൊണ്ട് നമുക്ക് 8 നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പ് നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് പാമ്പേഴ്സ് ഉണ്ടല്ലോ, കുട്ടികളുടെ ഡയപ്പറിൻ്റെ ഒക്കെ കവറില്ലേ, അതിൻ്റെ മേലെയുള്ള ഒരു ഇമേജാണ്. അപ്പോൾ ആ ഒരു ഇമേജാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ വീട്ടിൽ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ആ ഒരു പാമ്പേഴ്സിൻ്റെ കവറും മേലെ എന്തെങ്കിലും ഒരു കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചർ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പിക്ചർ ഞാൻ പറഞ്ഞില്ലേ പാമ്പേഴ്സിൻ്റെ ആണ് കട്ട് ചെയ്തെടുത്തത്. ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് ഈ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഇമേജിനെ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി ആ ഒരു ഇമേജിൻ്റെ കൂടെ തന്നെ 2 സ്റ്റാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു കോർണറിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡയപ്പേഴ്സിൻ്റെ കവറുമ്മലൊക്കെ പല ഇമേജസ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു ഡയപ്പറിൻ്റെ കവറിൻ്റെ മേലെ ടോം ആൻഡ് ജെറി ആണുള്ളത്. അപ്പോൾ ടോം ആൻഡ് ജെറി ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ. അപ്പം ഈ ഇമേജസ് വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത നെയിം സ്ലിപ്പ് ഈ ടോം ആൻഡ് ജെറിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ടോം ആൻഡ് ജെറിൻ്റെ ഒരു ഇമേജ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി സ്റ്റിക്ക് ചെയ്യാൻ ഗ്ലൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഗ്ലൂ മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കിയാൽ മതി. അത് വെച്ചിട്ടും നമുക്കിത് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തത് ഇതുപോലത്തെ ഒരു മാഗസിനാണ്. അപ്പോൾ ഇത് വനിത മാഗസിനാണ്. അതിൽ ഇതുപോലെ ഒരു പേജിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാചകത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സും അതുപോലെ ഇതുപോലത്തെ കാർട്ടൂൺ ഇമേജസും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് അടുത്ത നെയിം സ്ലിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് വനിത മാഗസിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ തന്നെ മതി. എവിടെയെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും. ഒന്നുമില്ലെങ്കിൽ പഴയ ബുക്സിൽ തന്നെ കുറേ ഇമേജസ് ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെടുത്താലും മതി. അതില്ലയെന്നുണ്ടെങ്കിൽ കളിക്കുടുക്ക, ബാലഭൂമി, ബാലരമ, ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ വായിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ ചിൽഡ്രൻസ് മാഗസീനിലോ എന്തെങ്കിലും ആയിട്ട് കുറച്ച് ഇങ്ങനത്തെ ഇതുപോലത്തെ ഇമേജസ് കിട്ടും. അപ്പോൾ പഴയതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നല്ല ക്യൂട്ട് ഇമേജസാണ്. എനിക്കിത് കണ്ടിട്ട് നല്ല ഇഷ്ടമായി. അപ്പം ഈ ഇമേജസാണ് ഞാൻ അടുത്ത നെയിം സ്ലിപ്പുകളിലൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു സ്ട്രോബെറിയുടെ ഒരു പിക്ചറും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് അടുത്തൊരു നെയിം സ്ലിപ്പിൽ ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് മാത്രം സ്പേസ് വിട്ടിട്ടാണ് ബോർഡർ വരച്ചത്. ഞാൻ അളവൊന്നും എടുത്തില്ല. അപ്പം ഒരു ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ഒരു ബോർഡർ വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ സാധാരണ നെയിം സ്ലിപ്പിൽ ഉണ്ടാവുന്ന പോലെ നെയിം, ക്ലാസ്, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒട്ടും ഇമേജസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് വരച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, അതിനെ കുറച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ആ സ്ട്രോബെറിയുടേത് ചെയ്തപ്പം അതിൽ കുറേ ബ്ലാങ്ക് സ്പേസ് ഉള്ളത് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കുറച്ചിങ്ങനെ ആ ഒരു കോർണറിൽ കുറച്ച് റെഡും ഗ്രീനും ഒക്കെ കൊടുത്തിട്ട് പിന്നെ ബോർഡറിൽ ഗ്രീൻ ഡോട്ട്സും കൂടെ കൊടുത്തു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ പാമ്പേഴ്സിൻ്റെ ആ പിക്ചർ ചെയ്തപ്പോൾ അതിലും കുറച്ച് സ്പേസ് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ കുറച്ച് സ്റ്റാർസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇമേജസ് ഉണ്ടാവും. പിന്നെ സോപ്പിൻ്റെ, നമ്മൾ ലക്സിൻ്റെ സോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പുറത്തുള്ള റോസ് ഫ്ലവേഴ്സിൻ്റെ ഇമേജസ് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ ലക്സ് ഡിഷ് വാഷിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഉണ്ടാവും, ലെമണിൻ്റെ ഒക്കെ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പം അങ്ങനെ ഏത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്കൂൾ തുറന്ന സമയമൊക്കെ അല്ലേ, അപ്പം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ കുറേ ആൾക്കാരിലേക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്ത് പോവുള്ളൂ. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ നെയിം സ്ലിപ്സൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ബാക്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പേരൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട്, എൻ്റെതിപ്പം വളരെ തിന്നായിട്ടുള്ള സെല്ലോ ടേപ്പാണ്, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള വലിയ ടൈപ്പ് സെല്ലോ ടേപ്പ് കിട്ടുകയാണെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു എക്സ്ട്രാ പീസ് സെല്ലോ ടേപ്പിൻ്റെ ഒരു കുഞ്ഞു പീസ്, ഒരു ബോർഡർ പോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൂ ഒന്നും ഇല്ലാതെ തന്നെ ഇത് ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. അതുപോലെ ബുക്കിൽ വെള്ളമൊക്കെ ഇതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ ഇതിന് ഡാമേജ് ഒന്നും ആവുകയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ, പിന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ സെല്ലോ ടേപ്പിൻ്റെ ഒരു ബോർഡർ അവിടെ വെച്ചിട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് നമുക്ക് ബുക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ എത്ര എളുപ്പത്തിൽ നമ്മൾ ബുക്ക് ലേബിളൊക്കെ ഉണ്ടാക്കിയെന്ന്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.